What are the major events in the evolution of human rights? ഹ്യൂമൻ റൈറ്റ്സ് രൂപപ്പെടുന്നതിന് കാരണമായ പ്രധാനപ്പെട്ട ലോക സംഭവങ്ങൾ എന്തെല്ലാം? എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർ ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. മാഗ്ന കാർട്ട 1215 മാഗ്ന കാർട്ട, പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് 1628, ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് 1689, US ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് 1776, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് USA 1787, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺസ് 1789, ഫസ്റ്റ് ജനീവ കൺവെൻഷൻ 1864, formation of United Nations 1945, and the UDHR and the conventions on human rights. The first one is Magna Carta 1215. Magna Carta, also called Magna Carta or the Great Charter of the Liberties of England, granted by King John of England. അപ്പോൾ മാഗ്ന കാർട്ടയെ നമുക്ക് ഗ്രേറ്റ് ചാർട്ടർ എന്നും വിളിക്കാവുന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ ഗ്രാൻഡ് ചെയ്യുന്നത്, ഇത് നൽകിയത് ഇംഗ്ലണ്ടിലെ രാജാവായ ജോൺ ആണ്, കിങ് ജോൺ. എന്തിനാണ് ഇത് നൽകിയതെന്ന് പറഞ്ഞാൽ, ഇറ്റ് വാസ് ഇൻ റെസ്പോൺസ് ടു ദി ഹെവി ടാക്സേഷൻ ബർഡൻ ക്രിയേറ്റഡ് ബൈ ദി തേർഡ് ക്രൂസേഡ്. ഇപ്പൊ ഇംഗ്ലണ്ടിൽ അനധികൃതമായി നികുതി ഏർപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ കഷ്ടപ്പെടുത്തിയപ്പോൾ അതിനെതിരെ ഉയർന്നു വന്ന പ്രൊട്ടസ്റ്റാണ് മാഗ്ന കാർട്ടയിൽ ഒപ്പുവയ്ക്കുന്നതിലേക്ക് നയിച്ചത്. ദ ഇംഗ്ലീഷ് ബാരൻസ് പ്രൊട്ടസ്റ്റഡ് ദ ഹെവി ടാക്സസ് ആൻഡ് വെയർ അൺവില്ലിംഗ് ടു ലെറ്റ് കിങ് ജോൺ റൂൾ അഗെയിൻ വിത്തൗട്ട് സം കൺസെഷൻസ് ഇൻ ദെയർ റൈറ്റ്സ്. അപ്പൊ ബാരൻസ് എന്ന് പറഞ്ഞാൽ പ്രഭുക്കന്മാരിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളാണ്. ഇപ്പൊ ഇംഗ്ലണ്ടിലെ പ്രഭുക്കന്മാർ അവർക്ക് നേരെ ഏർപ്പെടുത്തിയിരുന്ന ഭീമമായ നികുതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അതിൽ ചില ഇളവുകൾ നൽകണമെന്ന് പറഞ്ഞ് രാജാവിനെ കൊണ്ട് ഒപ്പിടിവിപ്പിച്ച കരാറിനെയാണ് നമ്മൾ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. ദ തീം ഓഫ് മാഗ്ന കാർട്ട വാസ് പ്രൊട്ടക്ഷൻ എഗൻസ്റ്റ് ആർബിട്രറി ആക്ട്സ് ബൈ ദ കിങ്. ആർബിട്രറി ആക്ട് എന്ന് പറഞ്ഞാൽ തന്നിഷ്ടപ്രകാരമുള്ള പ്രവർത്തനം. രാജാവിന്റെ തന്നിഷ്ടപ്രകാരമുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത്. Land and property could no longer be seized. Judges had to know and respect laws. Taxes could not be imposed without common council. There could be no imprisonment without a trial and ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പോൾ ഒന്നാമതായി അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, the theme of Magna Carta was protection against arbitrary acts by the king. Land and property could no longer be seized. Judges had to know and respect laws. Taxes could not be imposed without common council. Land and property could no longer be seized. അതായത് വസ്തുവകകളും സ്വത്തും ജനങ്ങളുടെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ പാർലമെന്റിന്റെ അംഗീകാരമില്ലാതെ പിടിച്ചെടുക്കാൻ കഴിയുകയില്ല എന്നും ജഡ്ജിമാർ നിയമം അറിഞ്ഞും നിയമത്തിനെ ബഹുമാനിച്ചുമാണ് വിധി പറയേണ്ടതെന്നും ടാക്സ് എന്ന് പറയുന്നത് കോമൺ കൗൺസിലിന്റെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ ജനങ്ങളുടെ സഭയുടെ അനുവാദമില്ലാതെ ചുമത്താൻ കഴിയുകയില്ല എന്നും രാജാവിനെ കൊണ്ട് സമ്മതിപ്പിച്ച, അതുപോലെ തന്നെ ആളുകളെ വിചാരണ കൂടാതെ തടവിലിടാൻ കഴിയുകയില്ല എന്നും രാജാവിനെ കൊണ്ട് സമ്മതിപ്പിച്ച വളരെ പ്രധാനമായ ഒരു ഉടമ്പടിയാണ് 1215 മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. ഇറ്റ് ആൾസോ പ്രൊട്ടക്ട്സ് അഗൈൻസ്റ്റ് ആർബിട്രറി അറസ്റ്റ് ആൻഡ് ഇംപ്രിസൺമെന്റ്. ഒരാളിനെ തന്നിഷ്ടമായ രീതിയിൽ തടങ്കലിൽ വെച്ച് തുറുങ്കലിൽ അടയ്ക്കുന്നതിനെയും ഇത് കൃത്യമായി എതിർത്തു എന്നുള്ളതും നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട സംഗതികൾ മാഗ്ന കാർട്ടയെ കുറിച്ച് നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഗ്രേറ്റ് ചാർട്ടർ എന്ന് വിളിക്കാം. ഇൻ 1215 അത് നടന്നത്. അതിൽ പ്രധാനപ്പെട്ട രാജാവ് എന്ന് പറയുന്നത് കിങ് ജോൺ ഓഫ് ഇംഗ്ലണ്ട് ആണ്. അദ്ദേഹം നിലവിലിരുന്ന ഒത്തിരി നിയമങ്ങളെ വയലേറ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ അതിനെ എതിർത്തപ്പോൾ പീപ്പിൾ ഫോഴ്സ്ഡ് ഹിം ടു സൈൻ ദ മാഗ്ന കാർട്ട. ജനങ്ങൾ അദ്ദേഹത്തെ ഇതിൽ ഒപ്പുവെക്കുന്നതിന് പ്രേരിപ്പിച്ചു. ഇതിൽ പ്രധാനപ്പെട്ട ചില സംഗതികൾ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും കൂടെ ചേർത്ത് വായിക്കാം. ദി റൈറ്റ് ഓഫ് ചർച്ച് ടു ബി ഫ്രീ ഫ്രം ഗവൺമെന്റ്, അതായത് മതകാര്യങ്ങളിൽ ഗവൺമെന്റ് ഇടപെടാൻ പാടില്ല. ടു ഓൺ ആൻഡ് ഇൻഹെറിറ്റ് പ്രോപ്പർട്ടി, OWN,
എന്ന് പറഞ്ഞാൽ സ്വത്ത് കൈവശം വയ്ക്കാനും അത് പരമ്പരാഗതമായി കൈമാറാനും ജനങ്ങൾക്ക് അധികാരമുണ്ട്. അത് ഗവൺമെന്റ് അനാവശ്യമായ ഇടപെടലുകൾ കൊണ്ട് തടയാൻ പാടില്ല. പ്രൊട്ടക്ഷൻ ഫ്രം എക്സസീവ് ടാക്സ്, അമിതമായി നികുതി ചുമത്തുന്നതിന് ഗവൺമെന്റ് അധികാരമില്ല. അതുപോലെ തന്നെ റൈറ്റ് ഓഫ് വിഡോസ് ഹൂ ഓൺ ദ പ്രോപ്പർട്ടി ടു ചൂസ് നോട്ട് ടു റീമാരി. പഴയ കാലത്ത് സമ്പത്തുള്ള യുവതികൾ വിധവകളായി പോയാൽ അവർക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ നിലവിലുണ്ടായിരുന്നു. അതിൽ നിന്ന് മോചനം, അതായത് അവർക്ക് വേണമെങ്കിൽ വിഡോസിന് കല്യാണം കഴിക്കാമെന്നും ഉള്ള അവകാശവും ഇതിന്റെ ഭാഗമായി കൊണ്ടുവന്നു. വളരെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ്ഡ് ഡ്യൂ പ്രോസസ് ആൻഡ് ഇക്വാളിറ്റി ബിഫോർ ലോ. ഡ്യൂ പ്രോസസ് ഓഫ് ലോ, നിയമവാഴ്ച ഒരു രാജ്യത്ത് ഉണ്ടായിരിക്കണമെന്നും എല്ലാ പൗരന്മാരും നിയമത്തിനു മുമ്പിൽ തുല്യരായിരിക്കണമെന്നും അംഗീകരിക്കാനും ഇത് കഴിഞ്ഞു. ഇറ്റ് ആൾസോ ഫോർബിഡൻ ബ്രൈബറി ആൻഡ് ഒഫീഷ്യൽ മിസ്കണ്ടക്ട്. ജനങ്ങളുടെ കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കൈക്കൂലിക്ക് എതിരെ എതിർക്കുകയും ഉദ്യോഗസ്ഥന്മാർ വളരെ മാന്യമായി ജനങ്ങളോട് പെരുമാറണമെന്നും ഈ മാഗ്ന കാർട്ട നിർദ്ദേശിച്ചു. അത് ലോകത്ത് ആദ്യമായി ഇത്തരത്തിലൊരു ഉടമ്പടി ഉണ്ടായത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി ഇതിനെല്ലാം കുറച്ചുകൂടെ ഉത്തരവാദിത്തപ്പെടുത്തുന്ന രീതിയിൽ ഇംഗ്ലണ്ടിലുണ്ടായ അടുത്ത മൂവ്മെന്റ് ആണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. അതുണ്ടാവുന്ന വർഷം എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഇൻ ദ ഇയർ ഓഫ് 1628, which asserted the rights of citizens to be free from unrepresentative taxation and arbitrary imprisonment. നമുക്കറിയാം, നമ്മുടെ പാർലമെന്റ് നിയമപരമായി പാസാക്കുന്ന ബഡ്ജറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മുടെ മേൽ നികുതി ചുമത്താൻ വേണ്ടി പറ്റൂ. അത്തരത്തിൽ ജനപ്രതിനിധി സഭയുടെ അനുവാദത്തോടുകൂടി നികുതി ചുമത്തണമെന്നുള്ളത് വ്യവസ്ഥാപിതമാക്കിയ ഒരു രണ്ടാം ഘട്ട ലോക സംഭവമായിരുന്നു പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ദിസ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഇനിഷ്യേറ്റഡ് ബൈ സർ എഡ്വാർഡ് കോക്ക്. എഡ്വാർഡ് കോക്ക് എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ആള്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ്, 4 പ്രിൻസിപ്പിളുകളാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ളത്. ഇറ്റ് അസർട്ടഡ് 4 പ്രിൻസിപ്പിൾസ്. 1. No taxes may be levied without consent of parliament. Second one, no person, അതായത് subject, may be imprisoned without cause shown. മൂന്നാമത്തത്, no soldiers may be quartered upon the citizenry. 4. Martial law may not be used in time of peace. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ പ്രധാനമായും എഡ്വാർഡ് കോക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്നാമത്തെ സംഗതി എന്ന് പറയുന്നത്, പാർലമെന്റിന്റെ അനുവാദമില്ലാതെ നികുതി ചുമത്താൻ പാടില്ല. രണ്ടാമത് എന്ന് പറയുന്നത്, ഒരാളിന് കാരണം കാണിക്കാതെ ഒരാളിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇന്ന് നിലവിലിരിക്കുന്ന ഹേബിയസ് കോർപ്പസ് റിട്ടിന്റെ പൂർവ്വകാല രൂപം അവിടെ നിന്ന് ആരംഭിച്ചു എന്ന് നമുക്ക് പറയാം. ഹേബിയസ് കോർപ്പസിന്റെ പൂർവ്വകാല രൂപം ഈ നോ പേഴ്സൺ മേ ബി ഇംപ്രിസൺഡ് വിത്തൗട്ട് കോസ് ഷോൺ എന്നുള്ളതിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഇനി അതുപോലെ തന്നെ മാർഷ്യൽ ലാ മേ നോട്ട് ബി ഇമ്പോസ്ഡ് അല്ലെങ്കിൽ യൂസ്ഡ് ഇൻ ടൈം ഓഫ് പീസ്. സമാധാന കാലഘട്ടത്തിൽ സൈനിക നിയമം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് അടുത്ത് വളരെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. ഇനി ഇത്തരത്തിൽ മനുഷ്യാവകാശങ്ങൾ രൂപപ്പെടുന്ന ലോക സംഭവങ്ങളിൽ പ്രധാനപ്പെട്ട മറ്റ് ഒരു അധ്യായമാണ് ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ്. അതിലെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, അതിന്റെ വർഷം 1689 ഇത് സംഭവിക്കുന്നത് ആഫ്റ്റർ ദി ഗ്ലോറിയസ് റെവല്യൂഷൻ ended in 1688. 1688 ഗ്ലോറിയസ് റെവല്യൂഷൻ അവസാനിച്ചതിന് ശേഷമാണ് ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് രൂപപ്പെടുന്നത്. ആൻ ആക്ട് ഡിക്ലെയറിംഗ് റൈറ്റ്സ് ആൻഡ് ലിബർട്ടീസ് ഓഫ് സബ്ജക്ട്സ്. അപ്പൊ ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സിൽ പറയുന്നത്, സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ പ്രജകൾ എന്നാണ് അർത്ഥം. അപ്പോൾ പൗരന്മാരുടെ എന്തൊക്കെയാണ് അവരുടെ അവകാശങ്ങളെന്നും എന്തൊക്കെയാണ് അവരുടെ സ്വാതന്ത്ര്യമെന്നും വളരെ പ്രധാനമായി അക്കമിട്ട് പറയുന്ന ഒരു ഉടമ്പടിയാണ് അല്ലെങ്കിൽ ഒരു രേഖയാണ് ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. കംപ്ലീറ്റ് സസ്പെൻഷൻ ഓഫ് ലോസ് വിത്തൗട്ട് ദി കൺസെന്റ് ഓഫ് പാർലമെന്റ്. അപ്പോ പാർലമെന്റിന്റെ അനുമതിയില്ലാതെ നിർമ്മിച്ചിരുന്ന എല്ലാ നിയമങ്ങളും അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതിന്റെ ഭാഗമായി രാജാവ് നിർമ്മിച്ച നിയമങ്ങളെല്ലാം അതോടുകൂടി അപ്രസക്തമായി എന്ന് പറഞ്ഞാൽ രാജാവ് പാർലമെന്റിന്റെ കീഴിൽ വന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം. കിങ് കം അണ്ടർ ദി ഏജീസ് ഓഫ് പാർലമെന്റ്. അപ്പോ രാജാവ് പാർലമെന്റിന്റെ കീഴിൽ വരുന്ന തരത്തിൽ ഒരു മാറ്റം വന്നു.
അതാണ് കംപ്ലീറ്റ് സസ്പെൻഷൻ ഓഫ് ലോസ് വിത്തൗട്ട് ദി കൺസെന്റ് ഓഫ് ദി പാർലമെന്റ്. കിങ് കം അണ്ടർ ദി പാർലമെന്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലെവിയിങ് ഓഫ് ടാക്സ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റാൻഡിംഗ് ആർമി ഇൻ പീസ് ടൈം വിത്തൗട്ട് സ്പെസിഫിക് പാർലമെന്ററി അതോറിറ്റി. അപ്പൊ പാർലമെന്റിന്റെ പ്രത്യേക അനുമതിയില്ലാതെ ഒരു നികുതിയും ചുമത്താൻ പാടില്ല എന്നും അതുപോലെ തന്നെ അനാവശ്യമായി സൈനിക സന്നാഹങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല എന്നും തീരുമാനമെടുപ്പിക്കാൻ രണ്ടാമത് ഇത് മാർഗനിർദ്ദേശം ചെയ്യുന്നു. ലെവിയിങ് ഓഫ് ടാക്സ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റാൻഡിംഗ് ആർമി ഇൻ പീസ് ടൈം വിത്തൗട്ട് സ്പെസിഫിക് പാർലമെന്റ് അതോറിറ്റീസ്. പാർലമെന്റിന്റെ അംഗീകാരമില്ലാതെ ഒരു സ്റ്റാൻഡിംഗ് ആർമിയെയും അതുപോലെ തന്നെ നികുതി ചുമത്തുക, ലെവിയിങ് ഓഫ് ടാക്സും പാടില്ല എന്ന് ഇത് വ്യവസ്ഥ ചെയ്യുന്നു. ഇറ്റ് സോട്ട് ടു എലിമിനേറ്റ് റോയൽ ഇന്റർഫിയറൻസ് ഇൻ പാർലമെന്ററി മാറ്റേഴ്സ്. അതുപോലെ തന്നെ പാർലമെന്റിന്റെ നടപടിക്രമങ്ങളിൽ രാജാവിന്റെ ഇടപെടൽ, രാജകുടുംബത്തിലെ ഇടപെടൽ ഇതൊന്നും പാടില്ല എന്ന് ഇത് വ്യവസ്ഥ ചെയ്യുന്നു. സ്ട്രെസ്സിംഗ് എലക്ഷൻസ് മസ്റ്റ് ബി ഫ്രീ ആൻഡ് മെമ്പേഴ്സ് മസ്റ്റ് ഹാവ് കംപ്ലീറ്റ് ഫ്രീഡം ഓഫ് സ്പീച്ച്. കംപ്ലീറ്റ് ഫ്രീഡം ഓഫ് സ്പീച്ച്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എലക്ഷൻസ് മസ്റ്റ് ബി ഫ്രീ. പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ എപ്പോഴും സ്വതന്ത്രമായിരിക്കണമെന്നും പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കുന്ന മെമ്പേഴ്സ് മസ്റ്റ് ഹാവ് കംപ്ലീറ്റ് ഫ്രീഡം ഓഫ് സ്പീച്ച്. അവർക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നും ഈ ഉടമ്പടി വ്യവസ്ഥ ചെയ്യുന്നു. അല്ലെങ്കിൽ ബിൽ ഓഫ് റൈറ്റ്സ്, ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് വ്യവസ്ഥ ചെയ്യുന്നു. നമുക്കെല്ലാം അറിയാം, നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 19(1)A പ്രകാരം എല്ലാ സിറ്റിസൺസിനുമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അവകാശമാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ തുടക്കം എവിടെ നിന്നാണ് എന്ന് നമ്മൾ കണ്ടല്ലോ, ഇവിടെ നിന്നാണ്. Certain forms of interference in the course of justice were also proscribed. അതുപോലെ തന്നെ നീതി നടപ്പിലാക്കുന്നതിലും രാജാവോ രാജകുടുംബങ്ങളോ ഇടപെടുന്നതിൽ നിന്ന് തടയുകയും ചെയ്തു എന്നുള്ളതാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഇതിനകത്തുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് 1689 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒന്ന് എന്ന് പറയുന്നത് കംപ്ലീറ്റ് സസ്പെൻഷൻ ഓഫ് ലോസ് വിത്തൗട്ട് ദി കൺസെന്റ് ഓഫ് പാർലമെന്റ്. രണ്ട് എന്ന് പറയുന്നത് ലെവിയിങ് ടാക്സ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റാൻഡിംഗ് ആർമി ഇൻ പീസ് ടൈം വിത്തൗട്ട് സ്പെസിഫിക് പാർലമെന്ററി അതോറിറ്റീസ്. മൂന്ന് എന്ന് പറയുന്നത് ഇറ്റ് സോട്ട് ടു എലിമിനേറ്റ് റോയൽ ഇന്റർഫിയറൻസ് ഇൻ പാർലമെന്ററി മാറ്റേഴ്സ്. നാല് എന്ന് പറയുന്നത് സ്ട്രെസ്സിംഗ് എലക്ഷൻസ് മസ്റ്റ് ബി ഫ്രീ ആൻഡ് മെമ്പേഴ്സ് മസ്റ്റ് ഹാവ് കംപ്ലീറ്റ് ഫ്രീഡം ഓഫ് സ്പീച്ച്. അഞ്ച് എന്ന് പറയുന്നത് certain forms of interference in the course of justice were also proscribed. അടുത്ത വളരെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺസ്. ദിസ് ഈസ് ഇൻ ദ ഇയർ ഓഫ് 1789. ഇത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഗതികളാണ്. ഇൻ 1789 bloody revolution take place and ends absolute monarchy. And this declaration proclaims all citizens to be guaranteed the rights of liberty, property, security and resistance to oppression. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട സംഗതി എന്താണ്? 1789 ഒരു ഡിക്ലറേഷൻ ഉണ്ടായി, ഒരു പ്രഖ്യാപനം ഉണ്ടായി ഫ്രഞ്ച് റവല്യൂഷന് ശേഷം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത all citizens to be guaranteed the rights of liberty, സ്വാതന്ത്ര്യം, സ്വത്തവകാശം, സുരക്ഷിതത്വം, അതുപോലെ തന്നെ അടിച്ചമർത്തലിനെതിരെ പ്രതികരിക്കാനുള്ള അവകാശം. Law as an expression of general will, intended to promote this equality of rights and to forbid only actions harmful to the society. അതും ഇത് വളരെ പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന സംഗതിയാണ്. ലോ ആസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ജനറൽ വിൽ, പൊതുജനങ്ങളുടെ അഭിപ്രായത്തിന്റെ പ്രതിഫലനമായിരിക്കണം നിയമം എന്ന് പറയുന്നത്. അല്ലാതെ ഭരണാധികാരികൾക്ക് തങ്ങൾക്ക് തോന്നുന്നത് പോലെ നിയമം ഉണ്ടാക്കാനുള്ള അധികാരമില്ല എന്നാണ് പറഞ്ഞത്. ലോ ആസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ജനറൽ വിൽ ഇന്റൻഡഡ് ടു പ്രൊമോട്ട് ഇക്വാളിറ്റി ഓഫ് റൈറ്റ്സ് ആൻഡ് ടു ഫോർബിഡ് ഓൺലി ആക്ഷൻസ് ഹാംഫുൾ ടു ദി സൊസൈറ്റി. അപ്പൊ നിയമത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമായ അവകാശങ്ങൾ പ്രദാനം ചെയ്യുക എന്നുള്ളതും സമൂഹത്തിന് കുഴപ്പമില്ലാത്ത രീതിയിൽ അത് നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ. ഇത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. ഒത്തിരി മെറ്റീരിയൽ അവൈലബിൾ ആയതുകൊണ്ട് കൂടുതൽ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട്
ഹ്യൂമൻ റൈറ്റ്സിന്റെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട അടുത്ത പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇൻ 1864 1864 ഫസ്റ്റ് ജനീവ കൺവെൻഷൻ. ഇൻ 1864 16 യൂറോപ്യൻ കൺട്രീസ് ആൻഡ് സെവറൽ അമേരിക്കൻ സ്റ്റേറ്റ്സ് ഒരു കൺവെൻഷനിൽ ഒപ്പുവെച്ചു. എന്തായിരുന്നു അതിന്റെ പർപ്പസ്? ട്രീറ്റ്മെന്റ് ഫോർ ദി വൂണ്ടഡ് സോൾജിയേഴ്സ് ഇൻ കോമ്പാറ്റ്. മാന്യമായ പരിഗണന, യുദ്ധങ്ങളിൽ ഇടപെട്ട് പരിക്ക് പറ്റിയ പട്ടാളക്കാരെ മാന്യമായി പരിഗണിക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ദി കൺവെൻഷൻ പ്രൊവൈഡഡ് ദി ഒബ്ലിഗേഷൻ ടു എക്സ്റ്റെൻഡ് കെയർ വിത്തൌട്ട് ഡിസ്ക്രിമിനേഷൻ ടു വൂണ്ടഡ് ആൻഡ് സിക്ക് മിലിറ്ററി പേഴ്സണൽ ആൻഡ് റെസ്പെക്ട് ഫോർ ആൻഡ് മേക്കിംഗ് ഓഫ് മെഡിക്കൽ പേഴ്സണൽ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് എക്യുപ്മെന്റ് വിത്ത് ഡിസ്റ്റിങ്റ്റീവ് സൈൻ ഓഫ് ദ റെഡ് ക്രോസ്. ഇപ്പൊ റെഡ് ക്രോസിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് സുഗമമായി സഞ്ചരിക്കുന്നതിന് എതിർപ്പില്ലാതാക്കുകയും പരിക്കുപറ്റിയ പട്ടാളക്കാരെയും മറ്റും സുഗമമായി ശുശ്രൂഷിക്കുന്നതിനും അവരെ അംഗീകരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള കൺവെൻഷനായിരുന്നു ഫസ്റ്റ് ജനീവ കൺവെൻഷൻ 1864 എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി എന്ന് പറയുന്നത് US ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് 1776. അത് കുറച്ച് മുമ്പേ പറയേണ്ടതായിരുന്നു, താമസിച്ചു. ഈ US ഡിക്ലറേഷൻ ഓഫ് 1776 എന്ന് പറയുന്നത് ലോക ചരിത്രത്തിലെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ 13 അമേരിക്കൻ കോളനീസ് ഡിക്ലെയർഡ് ഇൻഡിപെൻഡൻസ്. 13 അമേരിക്കൻ കോളനീസ് ഡിക്ലെയർഡ് that they are not part of British colonies and declared independence. അപ്പം ബ്രിട്ടീഷുകാരുടെ കോളനിയായിരുന്ന 13 അമേരിക്കൻ കോളനീസ് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഞങ്ങൾ ഇനി മുതൽ ബ്രിട്ടീഷുകാരുടെ കോളനി അല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് US ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് 1776. അത് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് റൈറ്റ്സ് ആൻഡ് റൈറ്റ്സ് ഓഫ് റവല്യൂഷൻ. എല്ലാ ജനങ്ങൾക്കും അവകാശമുണ്ട് എന്നും എല്ലാ ജനങ്ങൾക്കും വിപ്ലവം നടത്താനുള്ള അവകാശമുണ്ട് എന്നുമാണ് അത് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആശയം. ഒരുപക്ഷെ പിന്നീടുണ്ടായ പല വിപ്ലവങ്ങൾക്കും അത് പ്രചോദനം നൽകി കാണാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഹ്യൂമൻ റൈറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച അടുത്തൊരു ഡോക്യുമെന്റ് ആണ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് USA 1787. ഫിലാഡൽഫിയ കോൺഫറൻസിൽ അല്ലെങ്കിൽ ഫിലാഡൽഫിയയിൽ വെച്ചാണ് അത് എഴുതപ്പെട്ടത്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഡോക്യുമെന്റ് ആണ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. അത് 1791 കുറെ കാര്യങ്ങൾ അത് പൂർത്തിയാക്കിക്കൊണ്ട് വരുന്നത്. അപ്പൊ അമേരിക്കയിലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി വേൾഡ്. ഇറ്റ് ഡിസ്ക്രൈബ്സ് പ്രിൻസിപ്പൽ ഓർഗാൻ ഓഫ് ഗവൺമെന്റ് ആൻഡ് ജൂറിസ്ഡിക്ഷൻ ആൻഡ് ബേസിക് റൈറ്റ്സ് ഓഫ് സിറ്റിസൺസ്. അതാണ് വളരെ പ്രധാനപ്പെട്ട സംഗതി. എല്ലാ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട എല്ലാ ശാഖകളെയും കുറിച്ച് അത് കൃത്യമായി വിശദീകരിക്കുകയും അവരുടെ ജൂറിസ്ഡിക്ഷൻ, അവരുടെ അധികാരപരിധി, അവർക്ക് എത്രത്തോളമാണ് പ്രവർത്തിക്കാനുള്ള അധികാരമെന്ന് കൃത്യമായി പറയുകയും അതുപോലെ തന്നെ ഇറ്റ് ഡിക്ലെയർസ് ദ ബേസിക് റൈറ്റ്സ് ഓഫ് സിറ്റിസൺ, പൗരന്മാരുടെ അടിസ്ഥാനപരമായ അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. Bill of Rights limit the power of federal government and protect right of American citizens, residents and visitors. For Bill of Rights എന്താണ് ചെയ്യുന്നത്? It limits the power of federal government. അവിടുത്തെ ഗവൺമെന്റിന്റെ അധികാരത്തിനെ നിയന്ത്രിക്കുകയും ജനങ്ങളുടെ അമേരിക്കൻ സിറ്റിസൺസിന്റെ അവിടെ സ്ഥിരം താമസിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ അമേരിക്ക സന്ദർശിക്കാൻ പോകുന്ന ആളുകളുടെ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ബിൽ ഓഫ് റൈറ്റ്സ് ലിമിറ്റ്സ് ദ പവർ ഓഫ് ഫെഡറൽ ഗവൺമെന്റ് ആൻഡ് പ്രൊട്ടക്ട് റൈറ്റ് ഓഫ് അമേരിക്കൻ സിറ്റിസൺസ്, റെസിഡൻസ് ആൻഡ് വിസിറ്റേഴ്സ്. ബിൽ ഓഫ് റൈറ്റ്സ് പ്രൊട്ടക്ട് ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് റിലിജിയൻ, ടു കീപ് ആൻഡ് ബിയർ ആം. അത് നമുക്കിപ്പോൾ പുതിയ കാലത്ത് ശരിയാണോ എന്ന് നമുക്കറിയില്ല. ടു കീപ് ആൻഡ് ബിയർ ആം, ടു ഫോം അസംബ്ലി, ടു പെറ്റീഷൻ. ബിൽ ഓഫ് റൈറ്റ്സ് മുന്നോട്ട് വയ്ക്കുന്ന മറ്റ് ചില പ്രധാനപ്പെട്ട അവകാശങ്ങൾ ഇതൊക്കെയാണ്. ഫ്രീഡം ഓഫ് സ്പീച്ച്, സംസാരിക്കാനുള്ള, അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ടു കീപ് ആൻഡ് ബിയർ ആം,
ആയുധങ്ങൾ സൂക്ഷിക്കുവാനും കൊണ്ടു നടക്കാനുമുള്ള അവകാശം. അതിപ്പോ നിരോധിക്കണമെന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ വ്യാപകമായ പല അഭിപ്രായങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ സമാധാനപരമായോ അല്ലാതെയോ സമ്മേളിക്കാനുള്ള അവകാശം, ഫ്രീഡം ഓഫ് അസംബ്ലി, പരാതി കൊടുക്കാനുള്ള അവകാശം, ഫ്രീഡം ടു പെറ്റീഷൻ. ഇറ്റ് ആൾസോ പ്രൊഹിബിറ്റ്സ് അൺറീസണബിൾ സെർച്ച് ആൻഡ് സീസർ. അനാവശ്യമായി പരിശോധനയും പിടിച്ചെടുക്കലുകളും അത് തടയുന്നു. അൺറീസണബിൾ പണിഷ്മെന്റിനെ തടയുന്നു. സെൽഫ് ഇൻക്രിമിനേഷൻ അതിന് തടയുന്നു. സെൽഫ് ഇൻക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇത് അനാവശ്യമായ അന്വേഷണങ്ങളെയും റെയ്ഡുകളെയും പിടിച്ചെടുക്കലിനെയും തടയുന്നു. അനാവശ്യമായ തടവുകളെ തടയുന്നു, തടങ്കലിനെ തടയുന്നു. അനാവശ്യമായി ഒരാൾ തനിക്കെതിരെ തെളിവ് നൽകണം എന്ന് പറയുന്നത്, അനാവശ്യമായോ ആവശ്യമായോ തനിക്കെതിരെ തെളിവ് നൽകണം എന്ന് പറയുന്നതിനെയും തടയുന്നു. ഇറ്റ് ആൾസോ പ്രൊഹിബിറ്റ്സ് ഡിപ്രൈവിംഗ് ലൈഫ്, ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി വിത്തൗട്ട് ഡ്യൂ പ്രോസസ് ഓഫ് ലോ. ഒരാളിന്റെ ജീവനോ സ്വത്തിനോ സ്വാതന്ത്ര്യത്തിനോ ഒഴിവാക്കണമെങ്കിൽ, അപ്പോൾ ഒരാളിന്റെ സ്വാതന്ത്ര്യത്തിനെ എടുത്തു കളയണമെങ്കിൽ, ഒരാളുടെ സ്വത്തിനെ എടുത്തു കളയണമെങ്കിൽ, ഒരാളുടെ ജീവൻ എടുത്തു കളയണമെങ്കിൽ ഡ്യൂ പ്രോസസ് ഓഫ് ലോ, നിയമവാഴ്ചയിലൂടെ അല്ലാതെ അത് ചെയ്യാൻ കഴിയുകയില്ല എന്ന് അമേരിക്കൻ ബിൽ ഓഫ് റൈറ്റ്സ് വളരെ അടിവരയിട്ട് മുന്നോട്ട് വയ്ക്കുന്നു. ഡ്യൂ പ്രോസസ് ഓഫ് ഇറ്റ് പ്രൊഹിബിറ്റ്സ് ഡിപ്രൈവിംഗ് ലൈഫ്, ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി വിത്തൗട്ട് ഡ്യൂ പ്രോസസ് ഓഫ് ലോ. ഇറ്റ് പ്രൊഹിബിറ്റ്സ് ആൾസോ ഡബിൾ ജെപ്പേഡി. ഒരാളിനെ 2 പ്രാവശ്യം ഒരു കുറ്റത്തിന് ശിക്ഷിക്കാൻ കഴിയുകയില്ല എന്നുള്ള കാര്യവും അത് നിരോധിക്കുന്നു. ഇറ്റ് അസറ്റ്സ് സ്പീഡി ട്രയൽ വിത്ത് ആൻ ഇംപാർഷ്യൽ ജുഡീഷ്യറി. ഇറ്റ് അസറ്റ്സ് സ്പീഡി ട്രയൽ വിത്ത് ആൻ ഇംപാർഷ്യൽ ജുഡീഷ്യറി. അതായത് വളരെ വേഗത്തിലുള്ള നീതിന്യായ വ്യവസ്ഥ വളരെ പെട്ടെന്ന് തന്നെ നീതിന്യായം നടപ്പിലാക്കണമെന്നും ആ നീതിന്യായ വ്യവസ്ഥ നിഷ്പക്ഷമായിരിക്കണമെന്നും അത് വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് USA-യും US ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസും ഹ്യൂമൻ റൈറ്റ്സിന്റെ എവല്യൂഷനിൽ അല്ലെങ്കിൽ ഡെവലപ്മെന്റിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഇനി കഴിഞ്ഞ നൂറ്റാണ്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ദ ഫോർമേഷൻ ഓഫ് യുണൈറ്റഡ് നേഷൻസ് ഇൻ 1945. നമുക്കറിയാം, യുണൈറ്റഡ് നേഷൻസ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാര്യം സെക്കൻഡ് വേൾഡ് വാർ 1939 മുതൽ 1945 വരെ ആയിരുന്നു. വേൾഡ് വിറ്റ്നസ്ഡ് മെനി വാർ റിലേറ്റഡ് കാഷ്വാലിറ്റീസ് ഇൻ ദാറ്റ് ടൈം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാഷ്വാലിറ്റീസ് നമ്മൾ കണ്ടു, ലോകം കണ്ടു. ഒത്തിരി ആളുകളുടെ മരണം, ഇന്നിപ്പോ നടക്കുന്ന മഹാമാരിയേക്കാൾ കൂടുതൽ ആളുകൾ ഒരുപക്ഷെ അന്ന് മരിച്ചു കാണും. ഏപ്രിൽ 1945 ഡെലിഗേറ്റ്സ് ഫ്രം 50 കൺട്രീസ് മെറ്റ് അറ്റ് സാൻ ഫ്രാൻസിസ്കോ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു അവരവിടെ സമ്മേളിച്ചത്? 1945 സാൻ ഫ്രാൻസിസ്കോയിൽ സമ്മേളിച്ചുകൊണ്ട് 50 രാജ്യങ്ങൾ. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ടു പ്രൊമോട്ട് പീസ് ആൻഡ് പ്രിവെന്റ് ഫ്യൂച്ചർ വാർസ്. യുദ്ധമുണ്ടാകുക എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഒത്തിരി അവകാശങ്ങൾ നഷ്ടപ്പെടുത്തുന്ന സംഗതിയാണ്. അതുകൊണ്ട് ഭാവിയിൽ ഒരു യുദ്ധം തടയുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ് ചാർട്ടർ മെൻഷൻഡ് ദാറ്റ് ദേ ഡിറ്റർമിൻഡ് ടു സേവ് വേൾഡ് ഫ്രം വാർസ് ആൻഡ് റിലേറ്റഡ് സോറോ ടു ദി മാൻകൈൻഡ്. മനുഷ്യരാശിയെ ഇനിയൊരു യുദ്ധത്തിൽ നിന്നും തടയുന്നതിനും മനുഷ്യരാശിക്ക് അത്തരത്തിലുണ്ടാകാവുന്ന ദുഃഖങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയുമാണ് യുണൈറ്റഡ് നേഷൻസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് അത് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഇനി നമുക്കെല്ലാം അറിയാവുന്ന, നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ടാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് UDHR എന്ന് പറയുന്നത്. 1948 UDHR നടക്കുന്നത്. UDHR ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് എലനോർ റൂസ്വെൽറ്റ് drafted a declaration on human rights. Subsequently, it was adopted by UN on December 10, 1948. റൂസ്വെൽറ്റിന്റെ ഭാര്യയാണെന്ന് തോന്നുന്നു. അവരുടെ ഭാര്യയായ എലോനോർ റൂസ്വെൽറ്റ് ഒരു ഡിക്ലറേഷൻ ഡ്രാഫ്റ്റ് ഐക്യരാഷ്ട്രസഭയിൽ സബ്മിറ്റ് ചെയ്യുകയും അതിനെ ഐക്യരാഷ്ട്രസഭ 1948 ഡിസംബർ 10 അംഗീകരിക്കുകയും ചെയ്തു. It declared that all human beings are born free and equal in dignity and rights. അപ്പോൾ UDHR ഡിക്ലെയർ ചെയ്യുന്നു, എല്ലാ മനുഷ്യരും സ്വതന്ത്രമായി ജനിക്കുന്നു, അവർക്ക് തുല്യമായ അവകാശങ്ങളും ഒരുപോലുള്ള മാന്യതയുമാണ് ഉള്ളത്.
UDHR കുറിച്ച് വരുന്ന ക്ലാസ്സുകളിൽ പ്രതിപാദിക്കുന്നതാണ്.